ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let God's name be glorified. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. I thank God for this wonderful morning that He has given to us. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് തിരുവചന കേൾവിക്ക് വേണ്ടി ദൈവസന്നിധാനത്തിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. Let's all give ourselves to listen to the word of God. ഇന്ന് പകൽക്കാലവും കർത്താവ് അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളെ സാക്ഷിപ്പാൻ ദൈവം സഹായിച്ചു. Today morning God had given us the ability to listen to wonderful testimonies of His kingdom. ദൈവം ചെയ്ത അത്ഭുതങ്ങളും വിടുതലുകളും എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. You know, the great things that the Lord has done, our words are not enough to glorify on what He has done for us. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് ഇടപെടുമെന്ന്? How many of you sitting in this place believe today that the Holy Spirit is going to speak to you? How many of you believe that? Hallelujah. അതായത് വചനം പറയുന്നത് ആഗ്രഹിക്കുന്ന ആത്മാവിനെ ദൈവം തൃപ്തിപ്പെടുത്തുമെന്നാണ്. Because the Bible says to the one that thirsts for the Spirit of the Lord, God fills it. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും ആഗ്രഹത്തോടെയും വിശപ്പോടെയും ദാഹത്തോടെയൊക്കെ ദൈവവചനത്തിന്റെ കേൾവിക്ക് തിരുവചനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് ഇടപെടും. And you know, when you're sitting here with the thirst, the hunger to listen and receive something from the Word of God, let me tell you, the Holy Spirit will speak. ഇന്ന് നിങ്ങളുമായി പങ്കുവെപ്പാൻ കർത്താവ് എൻ്റെ ഉള്ളിൽ നൽകിയ പ്രകാശിപ്പിച്ച ഒരു വചനം കുറിവാക്യമായി വായിച്ച് നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 119 സങ്കീർത്തനം അതിന്റെ 126 വാക്യം നമുക്ക് വായിക്കാം. Psalms 100. Let's all turn our Bibles to Psalms 119 verses 126. That will be the key verse for our meditation today. It is time for you to act. Lord, your law is being broken. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? Have you all brought your Bibles? ഹല്ലേലൂയ. ആരോ ഇങ്ങനെ പറഞ്ഞു, ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, Once a man of God said, നിങ്ങൾ ആരെങ്കിലും ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ if you have not got your Bibles, നല്ലൊരു ക്രിസ്ത്യന്റെ അടുത്ത് പോയിരിക്കണോ. he said, go sit next to a good Christian. അവൻ നല്ല ബൈബിൾ കൊണ്ടുവന്നിരിക്കുന്നത്. Because they have got their Bibles. ആരും വിഷമിക്കരുത്. Don't be saddened by what I said. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ വചനം എപ്പോഴും പിടിക്കുന്നതിൽ തൽപരരാകുക, സന്തോഷം അതിനുണ്ടാകട്ടെ. You always need to carry your Bible with you, and when carrying a Bible, always be rejoicing that you carry കാരണം അത് it. ദൈവത്തിന്റെ തിരുവചനമാണല്ലോ. Because this is a divine word. അപ്പോൾ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരാം. So let's now come to the verse. എന്താണ് പറയുന്നത്? What does it say? It is time for you to act. Lord, your law is being broken. ആമേൻ. മലയാളത്തിലേക്ക് കിട്ടിയവരത് വായിച്ചാട്ടെ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. മതി. ഹല്ലേലൂയ. It is time for you to act, Lord. Your law is being broken. ഹല്ലേലൂയ. Hallelujah. യഹോവയ്ക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്. A realization that it is time for the Lord to act. നിങ്ങൾക്ക് എത്ര പേരുടെ ഹല്ലേലൂയ ഒരു തിരിച്ചറിവുണ്ട്? കർത്താവിന് എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുവാൻ സമയം ആയിരിക്കുകയാണ്. Stotram. Hallelujah. How many of you have come into the realization that it is time for the Lord to act in your life? Hallelujah. ആമേൻ. Amen. സന്തോഷം കാണുന്നില്ല? Are you not happy to know that it's time for the Lord to ദൈവത്തിന് act? പ്രവർത്തിപ്പാൻ സമയമായെന്ന്. That the time of the Lord has come to act in your ഈ life. തിരുവചന ചിന്ത ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എന്നോട് ഇടപെടുവാനിടയായി. And you know, when I started meditating these verses, the Holy Spirit was convicting and speaking to me greatly. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയം വന്നിരിക്കുകയാണ്. And I believe that if you have come and sitting in this place, let me tell you, it is time for the Lord to act in your life. ന്യായമായൊരു ചോദ്യം ഇവിടെ ഉണ്ട്. There is a fair question that needs to be asked. യഹോവയ്ക്ക് പ്രവർത്തിപ്പാൻ പ്രത്യേക സമയങ്ങളുണ്ടോ? So the question that needs to be asked is there a certain time for the Lord to act? ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രവർത്തിപ്പാൻ ചില സമയങ്ങളുണ്ട്. And the answer is yes. There is certain times for the Lord to act. ഒരു appointed time ഉണ്ട് എന്നുള്ളതാണ്. That means there is an appointed time for the Lord to act in your life. Ecclesiastes chapter 3 verse 1 ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ
പറയുന്നത് ഇങ്ങനെയാണ്. In Ecclesiastes chapter 9, it says 3 verse 1. 3 verse 1, it says, To everything there is a season, to everything there is a season, a time for every purpose under heaven. a time for everything, every purpose under heaven. Here Bible reveals a powerful truth. Your Bible reveals a powerful truth. God never works late. God never works late. God never works early. God never works early. God always works at a appointed time. God always works at an appointed time. എന്റെ ഇന്നത്തെ സന്ദേശത്തിന് ഇട്ട തലയെഴുത്ത് തലക്കെട്ട് ടൈറ്റിൽ ഓഫ് ദ മെസ്സേജ് Heaven operates on a divine calendar. The title of my sermon is that the heavens open in a divine calendar. സ്വർഗ്ഗം ദൈവിക സമയക്രമത്തിൽ പ്രവർത്തിക്കുന്നു. That the heavens open in its right time. ഹല്ലേലൂയ. എത്ര വലിയ സന്തോഷമുണ്ട്. How many of you are happy to know the truth? ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ സമയക്രമമുണ്ട്. That their God has a certain time. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അതിനെ ഉള്ളിൽ സ്വീകരിക്കുവാൻ നിങ്ങൾ തൽപരരാണെങ്കിൽ ഇന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിടയായി തീരും. Let me tell you, when you listen to the word of God and your heart responds joyfully and you receive what is being said, let me tell you, the Holy Spirit will make certain things work in your life. ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. This is what I believe. ഓരോ ആഴ്ചയിലും ദൈവം ഇടപെടുന്നു എങ്കിൽ അതിന് കാരണം ദൈവം അതിനെ കണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് എന്തോ പദ്ധതി ഉള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത്. You know, every week when you come here and you're being blessed, remember that God has already seen what you need and He's been given it to you through a word, and that is why you receive it and you're joyful. Hallelujah. Hallelujah. Oh, heaven operates on a divine calendar, not a humanly calendar. That the heavens Hallelujah. operate on a divine calendar and not on a human calendar. സൂര്യന് കീഴെ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ദൈവത്തിനൊരു അപ്പോയിന്റഡ് ടൈം അതിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. You know what is the truth? Everything under the sun, God has appointed time for everything under the sun. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഹിതം അറിയുന്നത് പോലെ തന്നെ it is very important to know the time of God. It is, you know, we always pay attention and talk about the importance of being and understanding God's will, but it's equally important to understand God's timing. Hallelujah. 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 സന്തോഷത്തോടെ hallelujah പറഞ്ഞേ. Are you happy to say hallelujah? Hallelujah. Hallelujah. Shout out big hallelujah. 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 We all the children need to understand the appointed time in our life. We as children of God need to understand the appointed time of the Lord to act in our സമയങ്ങൾ life. അറിഞ്ഞ് പ്രാർത്ഥിക്കുക. You know the time and pray. ഹല്ലേലൂയ. കാലങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുക. Know the those seasons in your life and pray. എങ്ങനെയാണ് ദൈവത്തിന്റെ സമയം അറിയുന്നത്? So how do you know God's timing? മാനുഷിക സമയങ്ങളുണ്ട്. There are human timings. അതിനെ വിളിക്കുന്നത് കാരോസ് എന്നാണ്. It is called kairos. ക്രോനോസ് It is എന്നാണ്. called chronos. അത് ഗ്രീക്കിന്റെ പദപ്രയോഗമാണ്. And that is what it is called in Greek. That Timing. means clock time. That means clock time അഥവാ calendar time. or calendar time. That is called chronos. That is called chronos. എന്നാൽ ദൈവിക സമയമുണ്ട്. But there is God's time. അതിന് ഗ്രീക്കിൽ പറയുന്നത് കൈറോസ് എന്നാണ്. But it's God's time and God's calendar. It's called kairos. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം God's appointed ദൈവ നിയമിത സമയം. That means it is a time that God has control of. Chronos is the time we count. Chronos is the time we count. Kairos is the time God appoints. The kairos is the time that God appoints. മനസ്സിലാകുന്നുണ്ടോ? Are you able to understand the difference? ഹല്ലേലൂയ. ദൈവത്തിന് സമയ കലണ്ടർ ഉണ്ട് That കേട്ടോ. our God that we worship has His own calendar. നമ്മുടെ മിക്കവാറുമുള്ള പ്രാർത്ഥനകളൊക്കെ
ക്രോനോസ് ബന്ധപ്പെടുത്തിയ. But you know, the prayers that you and I pray we pray in the timeline of Chronos. കലണ്ടർ ടൈം. Calendar time. കർത്താവേ, ഈ ഡിസംബർ മാസം 30-നുള്ളിൽ Hallelujah. പറയട്ടെ, കർത്താവേ, ഈ വരുന്ന ഡിസംബർ മാസം 30-നുള്ളിൽ എങ്ങനെ ചെയ്യണം? Because when we pray, we say, God, before December 30th, do these things for me. അടുത്ത ജാനുവരി 15-ന്റെ ഉള്ളിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. Because so many times our prayer is like, God, this coming January, I want to see a breakthrough. Do these certain things before January comes. അടുത്ത മാർച്ച് ഫൈനാൻഷ്യൽ ഇയറിന്റെ ഉള്ളിൽ എനിക്ക് ചില കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. കർത്താവ് അങ്ങനെ ചെയ്തു തരണം. Sometimes you and I pray that, Father God, March, there is an year-end closing of business. I want to prepare certain things. God, help me prepare those things before March. എന്നാൽ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവം ക്രോനോസ് കലണ്ടർ ബന്ധപ്പെടുത്തിയല്ല, കൈറോസ് ബന്ധപ്പെടുത്തിയ. But let me tell you, you are praying through Chronos, but God's calendar is operating not through Chronos, but through Kairos calendar that He has, or timing that He has. അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, മനുഷ്യന്റെ കണക്കുകൂട്ടലുകളും സമയങ്ങളും ഉണ്ട്, ദൈവത്തിനും സമയമുണ്ട്. That's why we say that man can calculate days and times and all those things, but similarly, God also has days, times and seasons. എങ്ങനെയാണ് ഇതിനെയൊക്കെ തിരിച്ചറിയുന്നത്? But how do you distinguish between the two? Hallelujah. ക്രോനോസ് and കൈറോസ് എങ്ങനെ മനസ്സിലാക്കും? So how do you differentiate between God's timing and man's timing? സഭാപ്രസംഗിയിലെ ശലോമോൻ 14 വിധ സമയങ്ങളെ ഉദ്ധരിച്ചു പറഞ്ഞിട്ടുണ്ട്. Ecclesiastes talks about 14 types of time. Hallelujah. അത് വളരെ പ്രസിദ്ധമാണ്. And it is very well known. Very popular. It is very popular. അതിനെ പറയുന്നത് 14 pairs of time എന്നാ പറയുന്നത്. It's called 14 pairs of time. Hallelujah. എന്നാണ് അതിനെ വിളിക്കപ്പെടുന്നത്. That is what it is called. A time to be born. A time to be born. A time to be die. A time to die. A time to plant. A time to plant. A time to uproot. A time to uproot. A time to kill. A time to kill. A time to heal. A time to eat. A time to tear down. A time to lay down. Hallelujah. A time to build up. A time to build up. A time to weep. A time to weep. A time to laugh. A time to laugh. A time to mourn. A time to mourn. Hallelujah. A time to dance. A time to dance. A time to scatter stones. A time to scatter A stones. time to gather stones. A time to gather the A stones. time to embrace. A time to embrace. A time to refrain from embracing. A time from refrain from embracing. A time to seek. A time to seek. A time to lose. A time to lose. A time to keep. A time to keep. A time to throw away. A time to throw away. A time to silence. A time of silence. A time to speak. A time to speak. A time to love. A time to love. A time to hate. A time to hate. A time to war. A time to walk. A time to peace. A time to peace. Hallelujah. Hallelujah. യുദ്ധത്തിന് സമയമുണ്ട്, സമാധാനത്തിന്. That there is a time for war and a time for peace. 14 pairs of time. 14 pairs of time. Hallelujah. 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 സഭാപ്രസംഗി 3-ാമത്തെ അധ്യായത്തിൽ പറയുന്ന എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്നാ. That what it says in Ecclesiastes, it says that every of these things, for everything God has an appointed time. that for everything that has been said now, God has an appointed time. സമയത്തിന് മുൻപേ ഒന്നും ചെയ്യാൻ പറ്റില്ല. And you know what? Before that God's time, you cannot do anything, or He will not do anything. സമയത്തിന് ശേഷവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. And you know, after that time, He won't do anything, and neither would you do anything. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. Those who work in the medical industry will know. നമ്മളിങ്ങനെ ഹല്ലേലൂയ പറയാറുണ്ട്, premature baby എന്ന് പറയാം. Sometimes people use a word called premature babies. Hallelujah. Post matured baby എന്ന് പറയാം. Sometimes they say post matured baby. അല്ല, എന്താണ് അതിന്റെ പ്രത്യേകത? So what does it mean? സമയത്തിന് മുൻപേ ജനിക്കുന്നതിനാണ് premature baby എന്ന് പറയുന്നത്. A baby that is born before its appointed time is called a premature baby. Hallelujah. സമയം കഴിഞ്ഞ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് post matured baby എന്ന് പറയും. A baby that is born after the date that is being given is called a post mature baby. ഇങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you noticed the babies that are born premature or post mature?
ഈ രണ്ട് വിധത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അപാകതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. And you know, when these babies are born before the appointed time, there are some difference. I don't think it's the right word, but there are some limitations to the baby. Some defects at the birth, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ജനനത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക്. Some difficulties of the child when before it is born, before it's പക്ഷേ ഡ്യൂ ടൈമിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. But the babies that are born at due time, മനസ്സിലാകുന്നുണ്ടോ? are you able to understand? Hallelujah. Hallelujah. Premature, എന്റെ കുഞ്ഞ് അല്ലെങ്കിൽ മൂത്ത മോള് premature baby-യാ. My elder daughter is a premature baby. ആ സമയങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. And you know, during that phase, me and Betty sister, we used to really be worried. ആ കുഞ്ഞിനെ കാണുന്നവർക്ക് പോലും വിഷമം And you know, തോന്നിയിട്ടുണ്ട്. the people that see the premature baby are saddened. ഹല്ലേലൂയ. എന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചാൽ ഇവിടുന്ന് ഇവിടെ വരെയോ. You know, if I keep the baby in my hand, it was only until here. ഹല്ലേലൂയ. Thank you Lord. Thank you, Lord. കാരണം എന്തെന്ന് വെച്ചാൽ You know why? premature baby. Because it's a premature baby. ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടവർ. They had to put the baby in an incubator. ഹല്ലേലൂയ. Hallelujah. എക്സ്ട്രാ ഹല്ലേലൂയ റേസ് കൊടുത്ത് കുഞ്ഞിനെ ഹല്ലേലൂയ ചൂട് പിടിപ്പിക്കുന്ന ഒരു And you know, there are medical setups to give extra heat to the baby. ഹല്ലേലൂയ. Hallelujah. Thank you Lord. Thank you, Lord. And the due time. But in the due time, there is a baby Hallelujah. that comes in the due time. കർത്താവിന് അങ്ങനെ ഒരു സമയമുണ്ട്. But let me tell you, God has a due. അങ്ങനെയാണ് ദൈവത്തിന്റെ സമയത്തെ നമ്മൾ എങ്ങനെയാണ് And തിരിച്ചറിയുന്നത്? how do you distinguish God's timing? ഇസ്രായേൽ മക്കള് 400 വർഷം ഈജിപ്തിൽ അടിമയിലായിരുന്നു. You know, people of Israel were in bondage for 400 years. ഈ ഈജിപ്തിൽ 400 വർഷം അടിമയിൽ നിന്ന ജനത്തെ വിടുവിക്കുവാൻ ദൈവത്തിന് ഒരു അപ്പോയിന്റഡ് ടൈം ഉണ്ടായിരുന്നു. And there was an appointed time for God to rescue the people of Israel that were in slavery for 400 years. ആ ടൈമിനാണ് പറയുന്നത് the time of God, the kairos. That time for God that came to rescue these people is called kairos, God's time. Exodus chapter 12 ലേക്ക് നമുക്ക് തിരിക്കാം. Let's turn our Bibles to Exodus chapter 12. അതിന്റെ ഹല്ലേലൂയ പ്രാരംഭ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും. And when you read the starting verses, you will understand. ഈ 400 വർഷം ഹല്ലേലൂയ ഈജിപ്തിൽ സ്ലേവറിയിലെ അഥവാ അടിമത്വത്തിലുള്ള ഈ വ്യക്തികളെ ജനത്തെ വിടുവിക്കുവാൻ ദൈവം വെച്ച ആ അപ്പോയിന്റഡ് ടൈം ഏതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. You know, the Bible clearly mentions the time that the Lord has appointed for God to rescue the people after 400 years of slavery. നിങ്ങൾ ശ്രദ്ധിച്ചു എനിക്ക് വായിക്കാൻ സമയമില്ലാത്തത് ഓടിച്ചു പറയുക. So I don't have time to read the whole thing, but I will tell you where it is mentioned. ആ അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിരുന്നോട്ടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. You go home and read it. It's your homework. Find the time that is mentioned here. Where it is mentioned. അവിടെ പരിശുദ്ധാത്മ പറയുകയാ, The Holy Spirit is saying. ആബീബ് മാസം 14-ാം തീയതി. It says this ആബീബ് മാസം, the month of Abib. the month of Abib. On 14th of On Abib. 14th of Abib. കണ്ടില്ലേ 14-ാം തീയതി അല്ലെങ്കിൽ ആബീബ് മാസം 14-ാം തീയതി എന്ന് വ്യക്തമാക്കുകയാണ്. That the day of Abib, the 14th day. എന്നാൽ 10-ാം തീയതി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. But before the 14th day, on the 10th day, you need to do something. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗോത്രങ്ങളായി കുടുംബമായി ഒരു പൂർണ്ണമായ ആടിനെ കുഞ്ഞാടിനെ നിങ്ങളുടെ വശത്തേക്ക് നിങ്ങൾ കൊണ്ടുവരും. That what you have to do on the 10th day is every tribe will need to bring a lamb that does not have any blemishes to sacrifice. ഹല്ലേലൂയ. Hallelujah. എന്നിട്ട് 3 ദിവസം നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ഈ കുഞ്ഞാടിനെ സൂക്ഷിക്കണം. And you know what? 3 days you got to protect the non-blemished lamb for 3 days. You need to protect it for 3 days. 14-ാം തീയതി വരുമ്പോൾ ഹല്ലേലൂയ ജനത്തിന് ദൈവം വിടുതൽ നൽകുന്ന ദിവസമാണ്. And when the 14th day comes, that is the day you will be delivered. അപ്പോൾ ഈ ആബി മാസം 14-ാം തീയതി എന്ന് നിശ്ചയിച്ചത് മോശയല്ല. So
Moses did not decide that the people of Israel should be delivered on the 14th day of Abib. He did not decide that date. Hallelujah. Hallelujah. ആബീബ് എന്ന് പറയുന്നത് ഇസ്രായേൽ കലണ്ടറാണ്. And you know, Abib, the month of month or whatever it is, Abib is mentioned from an Israeli calendar. Hallelujah. നമ്മൾ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് പോലെ ഇസ്രായേൽ കലണ്ടർ ആബീബ് മാസമാണ് ആദ്യത്തെ മാസം. Like English calendar has all the months, Israeli calendar has a month called Abib. അപ്പം ഈ ആബീബ് മാസം 14-ാം തീയതി എന്ന് നിശ്ചയിച്ചത് മോശയല്ല. But so the 14th day of the month of Abib was not decided by Moses. അല്ലെങ്കിൽ ഗോത്ര തലവന്മാരല്ല. The day was not decided by the leaders of each tribe. അല്ലെങ്കിൽ മൂപ്പന്മാരല്ല. The elders of Israel did not choose that date. തന്റെ ജനത്തെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ നിയമിത സമയമാണ്. അത് ദൈവത്താൽ നിയമിക്കപ്പെട്ട appointed time. The 14th day of Abib was an appointed time that God spoke and that God had in his calendar for them to be rescued. ഈ വചനചിന്തയോട് കൂടി പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ നൽകിയ ഒരു ആലോചന ഞാൻ ഇന്ന് പകൽക്കാലം prophetically നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. Hallelujah. I want to prophetically share a word with you. ദൈവത്തിന് തന്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വിടുവിക്കുവാൻ ഒരു നിയമിത സമയം എന്റെ കർത്താവ് കണക്ക് കൂട്ടി വെച്ചത് സത്യമാണെങ്കിൽ, ഇറ്റ് വാസ് ദ കൈറോസ് ഓഫ് ഗോഡ്സ് ടൈം ആണെങ്കിൽ, ഞാൻ ഇത് പകൽക്കാലം prophetically declare ചെയ്യുകയാണ്, നിന്നെ വിടുവിക്കുവാൻ എന്റെ ദൈവത്തിന് ഒരു കൈറോസ് ഉണ്ട്. Let me tell you, if the God had set a prophetical date for the Israeli people to be rescued, let me tell you, in God's kairos, in his calendar, there is a date that has been set for you for your deliverance. നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് ഒരു കൈറോസ് ഉണ്ട്. There is a day that is kept in his calendar to honor you. നിന്നെ ശ്രേഷ്ഠനാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് ഒരു കൈറോസ് ഉണ്ട്. There is a day that God has kept in his calendar to lift you up. നിന്റെ നഷ്ടത്തിന്റെ കണക്കുകൂട്ടലുകളെ മാറ്റി നിനക്ക് ലാഭമാക്കുവാൻ എന്റെ ദൈവത്തിന് ഒരു കൈറോസ് ഉണ്ട്. That there is a day marked in his calendar to give you all the losses in your life back as profits to you. നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ നിന്റെ തല ഉയർത്തുവാൻ, നിന്നെ ബ്ലെസ് ചെയ്യുവാൻ എന്റെ അപ്പച്ചന് ഒരു കൈറോസ് ഉണ്ട്. That in his calendar is marked a day where people who mocked you will praise your name. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ എന്റെ കർത്താവിന് ഒരു കൈറോസ് ഉണ്ടെന്ന്. There is a day that is marked in his calendar where he will wipe your tears away. നിന്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ എന്റെ അപ്പച്ചന് ഒരു കൈറോസ് നിന്നോടുള്ള ബന്ധത്തിലുണ്ട്. That God has established a date for you and I. നിന്റെ ചോദ്യങ്ങളെ ആശ്ചര്യമാക്കുവാൻ എന്റെ ദൈവത്തിന് ഒരു കൈറോസ്, ഒരു appointed time. There is an appointed date and a time where God is going to turn your question mark into an exclamation mark. Hallelujah. Hallelujah. ഇത് പകൽക്കാലം വിശ്വസിക്കുന്നവരെ Receive it in the name of Jesus. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Receive it in the name of Jesus and thank the Lord for the word that God He's has a given you. kairos for your life. That God has a kairos for your God life. has a kairos for your family. That God has a kairos for your family. Hallelujah, for your future. God has a kairos for your future. ഈ പ്രാർത്ഥനയോട് ഉറ്റുനോക്കി ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അതിന് ബ്രേക്ക് ത്രൂ തരുവാൻ എന്റെ അപ്പച്ചനൊരു കൈറോസ് ഉണ്ട്. Let me tell you that God, when you're praying for things that you need breakthrough, let me tell you, in God's calendar, He has marked the day where the breakthrough will come in the name of Jesus. നിന്റെ കണ്ണുനീരിന് മറുപടിയായി അപ്പച്ചനിനെ വിട്ടപ്പെടുന്ന ഒരു സമയം എന്റെ ദൈവത്തിനുണ്ട് എന്ന്. The Lord is reminding you that for the tears that you shed, God has marked a day in His calendar to bring deliverance to you. I believe this morning, in light of this word, prophetically the voice of God is coming again and again. There is a time for God to work in your life. There is a season and a time that is coming where God is going to work in your life. Hallelujah. Hallelujah. യേശു ഒരിക്കൽ പരീശന്മാരുടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത്, there was a time when Jesus was standing in front of Pharisees with the Pharisees. പരീശന്മാർ ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. And the Pharisees started throwing questions at Jesus. Hallelujah. Hallelujah. സമയവും കാലങ്ങളും വിവേചിക്കുന്നത് എങ്ങനെയാണെന്ന് They ചോദിച്ചു. asked him a question, how do you discern the times? Hallelujah. Hallelujah. Hallelujah.
Thank you, Jesus. Hallelujah. മത്തായി സുവിശേഷം 16 അധ്യായത്തിൽ അതുണ്ട്. Matthew chapter 16 verses 2 to 3, it is there. Hallelujah. Hallelujah. അവിടെ എങ്ങനെയാണ് പറയുന്നത്? This is what it says. Hallelujah. ആകാശം ചുമന്ന് കണ്ടാൽ ഇന്ന് നല്ല തെളിവാകുമെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. This is what Jesus is responding, saying, when the evening comes, you say it will be a fair weather. Hallelujah. ആകാശം ഇരുണ്ട് മൂടി കണ്ടാൽ ഇന്ന് മഴ പെയ്യുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. For the sky is red, and in the morning today it will be stormy, for the sky is red and overcast. കാലത്തിന്റെ ലക്ഷണങ്ങളും കാലാവസ്ഥയുടെ മാറ്റങ്ങളും കാണുമ്പോൾ അതിനെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദൈവത്തിന്റെ സമയം എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നില്ല? Jesus is telling the Pharisees, if you are able to look at the sky and discern the time and the weather for that day, why are you not able to look at the God's time and interpret the signs of the coming? Hallelujah. How many of you are able to understand? How many of you are able to understand? Jesus is speaking to Pharisees. Jesus is speaking to the You Pharisees. are well enough to realize and understand by looking at the sky and the cloud and you predict rain. Hallelujah. But you will fail to understand the chaos of God. You understand by looking at the sky, the weather of the world, but let me tell you, you failing to understand God's calendar and His timing. Hallelujah. Hallelujah. ബൈബിൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. When you study the Bible, you will understand ദൈവത്തിന് ഒരു സമയമുണ്ട്. that God has a divine timing. ഹല്ലേലൂയ. അടുത്തുള്ള ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞട്ടെ, നിന്റെ ജീവിതത്തിന് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് ഒരു സമയമുണ്ട്. Shake the hands of the person sitting next to you and say, for God to work in your life, God has an appointed and a divine time. God has an appointed time for Him to work in your family and in your children's God has life. appointed time to work in your family and your children's life. You've been praying for your children, and they are not. If they are not alive in the Word of God, do not lose your spirit. Do not stop your praying. Pray for them, and the day will come. They will call upon the name of Jesus. If you are praying time and time again to see your children serve the Lord, to be the will of the Lord, but you have not seen it, let me tell you, there is a time that is set in God's calendar for the breakthrough to come in Jesus' name. നിങ്ങളുടെ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ദൈവത്തിന്റെ കൈറോസ് ഉണ്ട്. That means your children and your children's children have the time that is in chaos. Kairos. Hallelujah. God's appointed time അവർക്കുമുണ്ട്. There is an appointed time for your children. നിന്നെ നിന്ദിച്ചവർ നിന്നെ തിരിഞ്ഞു നോക്കുന്ന ഒരു കൈറോസ് ഹല്ലേലൂയ അപ്പച്ചനുണ്ടെന്ന്. There is a time in God's calendar for people who mocked you who is going to turn around. Hallelujah. Hallelujah. ദൈവത്തിന്റെ ക്ലോക്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Because God's clock is turning. അതിന്റെ സമയം എത്താൻ വേണ്ടി കാക്കുകയാണ്. God is waiting for the clock to turn and hit His time. Hallelujah. 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 ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. That God has a divine timing. മോശയുടെ ജനനം സംഭവിക്കുന്നതൊക്കെ നമുക്കറിയാം. You know the life story of how Moses was born. Hallelujah. Hallelujah. അതിനു മുമ്പായി ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം മോശയുടെ നിലവിളി കേട്ടു, തന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു. The Bible says before Moses was born that God heard the cry of Moses and the people of Israel. Hallelujah. Hallelujah. ബൈബിൾ പറയുന്നത്, ദൈവം പറയും, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. The Bible says that God heard the outcry of the people of Israel. Hallelujah. 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 എന്റെ ജനത്തിന്റെ കണ്ണുനീർ കണ്ടു. That Bible says that God had seen the tears of people of Israel. എന്താണ് അതിന്റെ അർത്ഥം? You know what that means? ദൈവജനത്തിന്റെ കണ്ണുനീർ ജനത്തിന്റെ നിലവിളിയും അതിന്റെ റിസൾട്ടിന്റെ സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കൈറോസിന്റെ അടുക്കലേക്ക് അടുക്കുന്ന അനുഭവത്തെ അത് പറയുന്നത്. You know what that means? The crying and the weeping, what it shows is the sign of kairos, of the Lord's timing is about to come. ദൈവം പറയാ, God is telling, ഞാൻ നിന്റെ കരച്ചിൽ കണ്ടു.
God is telling the people of Israel, I have seen your tears and tears. I've seen it time and time again. നിന്റെ നിലവിളിയെ കേട്ട് I've heard your outcry time and time the time again. has come now. But the time has come now. The time of God. The time of God has come now. Kairos The വന്നിരിക്കുകയാണ്. Kairos, the time of God has come now. കേട്ടു, ഞാൻ ഇന്നലെയല്ല മിനിഞ്ഞാന്നല്ല, ഞാൻ ഇത് കേട്ടു കണ്ടു. And God is telling, I heard. It's not new to me. I heard your cries and your weeping. Hallelujah. Hallelujah. ദൈവം പ്രവർത്തിക്കുന്ന സമയം പിശാചിനും അറിയാം കേട്ടോ. You know, let me tell you one truth. The time that God is going to act, Satan knows that time. Hallelujah. 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 ദൈവം നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള കാലവും സീസൺസ് അദൃഷ്ടശക്തിയായ ദുഷ്ടശക്തി മനസ്സിലാക്കും. Let me tell you, when the Satan knows that there is God's deliverance that is going to come in your life, the time in his calendar is going to come to pass, the Satan will know. കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന 400 വർഷം മരുഭൂമിയിൽ ജനം അലഞ്ഞ് ഉഴഞ്ഞ് നടന്നു കഴിഞ്ഞ് ആബീബ് മാസം 14-ാം തീയതി 400 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വിടുതൽ സംഭവിക്കുന്ന ദൈവത്തിന് അറിയാം. That God had already planned that after 400 years of slavery, at the 14th day of Abib, that the people of Israel are going to be delivered. അത് തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രോമിസാണ്. And that is the promise of God to concerning the people of Israel. Hallelujah. Hallelujah. അത് ആർക്കാ കൈമാറിയെന്ന് അറിയാമോ? Do you know who God shared this information to? The promise. The promise to Abraham. To Abraham. അല്ലെങ്കിൽ മുത്തച്ഛനായ അബ്രഹാമിന് ആ പ്രോമിസ് ദൈവം ചെയ്തതാണ്. To the great grandfather Abraham, God shares this promise. എന്താണ് പറഞ്ഞത്? What does God say? നിന്റെ സന്തതി സ്വന്തം അല്ലാത്ത ദേശത്ത് 400 വർഷം പാർക്കുമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. That God says to Abraham that your descendants will live in a foreign land that is not of their own for 400 years. ഓ, അത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. And that is something that God had already said to Abraham before it actually took place. ആ തെളിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. ജെനസിസ് ചാപ്റ്റർ 15 വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. It is said in Genesis chapter 15, 13 to 16 വരെ വായിച്ചാൽ മതി. 13 to 16. വായിച്ചാട്ടെ. Then the Lord said to him, Abraham, know for certain that for 400 years your descendants will be as strangers in a country not on their own, and they will be enslaved and mistreated. Amen. But I will punish the nation that serves as slaves, and afterward they will come out with great possession. ഹല്ലേലൂയ. 400 വർഷം സ്വന്തമല്ലാത്ത ദേശത്ത് ഹല്ലേലൂയ ഉഴഞ്ഞ് കഷ്ടപ്പെട്ട് നിലവിളിച്ച് കണ്ണീരിട്ട് ഈ ജനം പാർക്കുമെന്നുള്ളത് നിശ്ചയമാണ്. That God was clear when he said that your descendants will be slaves for 400 years, and that is in my calendar, and that will happen. And that will also in the desert, in the wilderness. And that will be in 400 years in the wilderness. എന്നെ ഇത് കുറെ ചിന്തിപ്പിക്കുവാനാണ്. And it's trying to make me think. എന്തിനാണ് ദൈവം ഈ 400 വർഷം കാലയളവ് ഈ ജനത്തെ വിൽഡർനെസ്സിൽ വിട്ടത്? So I was thinking why God chose 400 years to keep them in the wilderness. ബൈബിൾ പഠിച്ചാൽ മനസ്സിലാകും. When you study the Bible, you will know അവര് ദൈവത്തിന്റെ തിരുഹിതം മനസ്സിലാക്കുവാൻ വേണ്ടി അവരെ കഷ്ടതയിലേക്ക് ദൈവം ആക്കിയതാണ്. God put them in 400 years of wilderness is for them to understand the will of God. Hallelujah. തെളിവ് വേണോ? Do you want proof? ഹല്ലേലൂയ. Deuteronomy chapter 8 എടുത്ത്. Deuteronomy chapter 8. അതിന്റെ 2-3 വാക്യം വായിച്ച്. Can someone please read Deuteronomy chapter 8? ഹല്ലേലൂയ. Hallelujah. Remember how the Lord your God So remember how the Lord your God led you through the wilderness led you through the wilderness for these 40 years, all these 40 years. humbling you, ദൈവം നിന്നെ താഴ്ത്തുകയാണ്. humbling you and testing you to prove Testing your you character. and testing you To prove your to character. prove your character. നിന്റെ മനസ്ഥിതിയെ എന്തെന്ന് പരീക്ഷിക്കുവാൻ മനസ്സിലാക്കുവാൻ ദൈവം അല്ലെങ്കിൽ ഈ അനുഭവത്തിൽ കൂടി വിട്ടതാണ്. That God let the people go through the experience of wilderness to test them, to humble them, to understand where their heart is. And to find out Hallelujah. whether or not you would obey his command. ദൈവത്തിന്റെ തിരുഹിതത്തിനനുസരിച്ച് നീ ജീവിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് വിൽഡർനെസ്. And the wilderness experience was also
God's test to the people of Israel to know whether they are going to obey His commands. Hallelujah. ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, When you have troubled times in your life, പ്രയാസങ്ങൾ വരുമ്പോൾ, when you have difficulties in your പ്രതികൂലം life, വരുമ്പോൾ, when there are hurdles in your life, ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത ജോലി ഈ ന്യൂസിലാൻഡിൽ ചെയ്യുമ്പോൾ, when you do things that you have never done in your life in New Zealand, ഹല്ലേലൂയ, ഏത് അനുഭവങ്ങളിൽ കൂടി ദൈവം നിന്നെ പറഞ്ഞു വിട്ടാലും, whatever experiences God sends you through, കർത്താവിന്റെ ജീവിതം അന്വേഷിക്കുന്നവനാണോ നീ എന്ന് എന്റെ ദൈവം പരീക്ഷിക്കും. but you know what, whatever experiences you go through this nation that you live in your life, let me tell you, God is testing you to find out if you are obeying God's command and if you are in His will. ഹല്ലേലൂയ, ഇവിടെ നീ വിശ്വസ്തനായിരുന്നാൽ, And if you are faithful in your wilderness, ഇവിടെ നീ കർത്താവിനെ and if വിളിച്ചപേക്ഷിച്ചാൽ, you call to God in your wilderness, ഈ വിൽഡർനെസ്സിൽ നിന്റെ ഹൃദയം കർത്താവിനോട് പകർന്നാൽ, and if your heart is with God in this wilderness, ഹല്ലേലൂയ, hallelujah, this wilderness is not your end. because this wilderness will not be your end. ഹല്ലേലൂയ, ഈ Hallelujah. മരുഭൂമി അനുഭവം നിന്റെ ജീവിതത്തിന്റെ കഥ എഴുതി തീർക്കത്തില്ല. Let me tell you, the wilderness experience is not going to write an end to your story. Bible says after 400 years of living in wilderness, when they came out of Egypt, they have come with great possessions in their hands. The Bible says after 400 years of enslavement, they are leaving with that slaved land out of possessions. That is the Kairos. That is the Kairos. God's Kairos will give you no sorrow. God's Kairos will lead you independence. God's Kairos will not give you sorrows, but God's Kairos will give you abundance. Kairos വന്നാൽ blessing വരുമെന്ന്. Let me tell you, when Kairos happens, when God's timing happens, blessings will come. അടുത്തുള്ള ആൾക്ക് കൈയെടുത്ത് പറ, Well, shake the hands of the person sitting next to you. Kairos of God will bring blessing of God. That the Kairos of the Lord will bring blessing upon your life. വിശ്വസിച്ചാൽ പറയാൻ മതി. You only say it if you believe it. Kairos of God will bring blessing of God. And the Kairos of the Lord will bring blessing on your life. Amen. Amen. Hallelujah. Hallelujah. How many of you expecting the Kairos of God to come into your life? How many of you are expecting for Kairos to happen I in your life? believe in the promised word of God today that the Kairos of God is waiting for you. I believe today the word of God that the Kairos of the Lord is going and waiting in It to come in my will life. make your head up. Hallelujah. It will നിന്റെ lift തല your- ഉയർത്തുമത്. It will lift your head up. Hallelujah. നിന്റെ കണ്ണുനീർ അത് It തുടയ്ക്കും. will wipe your tears away. നിന്റെ നിലവിളി സന്തോഷമായി മാറും. That your crying will be praises. നിന്റെ ഹൃദയത്തിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്. You will not be able to express the joy of your heart. Hallelujah. 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 പക്ഷേ ഈ കൈറോസ് ദൈവത്തിന് അപ്പോയിന്റഡ് സമയം, നിന്നെ വിടിവിക്കുവാനും മാനിക്കുവാനും അനുഗ്രഹിക്കുവാനുള്ള സമയം. ദൂരത്തുനിന്ന് ഒരുവൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട്, അവനാണ് പിശാച്. Let me tell you, there is an enemy that is from afar looking at God's timing that the deliverance will come to you, and his name is Satan. അവൻ ദൂരത്തുനിന്ന് ഇതെല്ലാം നോട്ട് ചെയ്യുന്നു. And you know, from afar he's observing all these things. Hallelujah. Hallelujah. 400 years. 400 years. ആബീബ് മാസം, The month of Abib, day 14 day 14 is going to come. is going to come. It's going to be the deliverance day. It's going to be the day of deliverance. But the Satan knows it. But the Satan clearly knows it. Hallelujah. And what he does? And you know what he does? He waited for 4 generations. He waited for 4 generations. Listen to me very carefully. Listen to me carefully. Very carefully. Listen to me carefully. Israel, the people of Israel wanderers in the wilderness for about 400 years means 4 generations. Hallelujah. They waited in the wilderness. Children of Israel wandered in desert for wilderness for 400 years, meaning 4 generations have passed. First generation is called Levi generation. The first generation is called Levi generation. Second generation is called Kohath The generation. second generation is called Kohath. Hallelujah. The third generation called Amram generation. Third generation is called Amram. Hallelujah. And the 4th generation is going to be a deliverance, year of deliverance. And the 4th generation is going to experience deliverance. Hallelujah. തലമുറ.
descendants of Levi, കൊഹാത്തിന്റെ തലമുറ, descendants of Kohath, അമ്രമിന്റെ തലമുറ, descendants of Amrath. 3 തലമുറ കഴിഞ്ഞു. So there are 3 generations. അടുത്ത തലമുറ ഇവിടെ ഉണ്ട്, 4ാമത്തെ വർഷം. There is a ഓരോ തലമുറ 100 വർഷം പിടിച്ചു. So every generation 100 years. മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. 400 വർഷം. So 4 generations, 400 years. ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം ഉള്ളത് 4th ജനറേഷൻ. That the breakthrough is coming at the 4th generation. അവിടെയാണ് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. And that is where God is going to act. അത് മോശയിൽ കൂടിയാ പ്രവർത്തിക്കുന്നത്. And God is going to use Moses for it. ഹല്ലേലൂയ. Hallelujah. മോശ വരുന്നത് 4th ജനറേഷൻ. And Moses comes in the 4th generation. മനസ്സിലായോ? Understand? ഇവിടെയാണ് ദൈവത്തിന്റെ കൈറോസിന്റെ പിശാച് മനസ്സിലാക്കിയത്. And that is where you need to understand, that is where the enemy knows that the 4th generation God is going to bring the breakthrough, and he knows it, and that is where he acts. ഹല്ലേലൂയ. Hallelujah. ഒരു മോശ വരും എന്നുള്ളത് പിശാചിന് അറിയാമോ? So Satan clearly knows that Moses is coming for the deliverance of these people. in the 4th generation. In the 4th generation. അതുകൊണ്ട് അവൻ നേരെ കേറി പെട്ടെന്ന് ഫറവോന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു. And you know what? Immediately he knew that the deliverance was coming. He immediately went into the kingdom of Pharaoh. In the palace of Pharaoh. He went into the palace of Pharaoh. And he started to sit in the throne of Pharaoh where Pharaoh sits. And he started sitting in the throne where Pharaoh is sitting. എന്നിട്ട് അവനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. And Satan started speaking to the Pharaoh. ഇങ്ങനെ ഭാവനയിൽ ചിന്തിക്കുക. This is just my imagination. ഒരു വിടുതൽ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നു. That the Satan started speaking to the Pharaoh and said, Pharaoh, the deliverance is coming for the people of Israel. വിടുതൽ സംഭവിക്കാൻ പോകുന്നു. That there is a deliverance that is coming for the people of Israel. That they should not see this അവൻ deliverance. സന്തോഷം കാണരുത്. They should not be joyful. അവൻ സമാധാനം കാണരുത്. They should not be peaceful. അതുകൊണ്ട് നീ എന്താ ചെയ്യണ്ടേ? So Satan is telling the Pharaoh, you know what you should do? നീ രാജാവല്ലേ? Aren't you a king? നീ ഒരു രാജാജ്ഞ പുറപ്പെടുവിക്കണം. You provide declare a decree. ഹല്ലേലൂയ. ഒരു രാജാജ്ഞ പുറപ്പെടുവിക്കണം. Write a decree. എന്താണ് രാജാജ്ഞ? So what is the decree? ഹല്ലേലൂയ. ആൺകുട്ടികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം. That kill all the male boys. ഹല്ലേലൂയ. കണ്ടെടുത്ത് ആൺകുട്ടികളെ കൊല്ലണം. Wherever you see the male boys, kill them. അങ്ങനെ ഓരോ കുടുംബങ്ങളിലും ഇങ്ങനെ ഹല്ലേലൂയ തെറ്റി ഹല്ലേലൂയ തിരക്കി പോകുമ്പോ ആൺകുട്ടികളുടെ ഗണത്തിൽ മോശ എന്നൊരു കുട്ടിയെ നീ കാണും. And when they said, Satan said to the Pharaoh that when you go search for houses to kill the babies, you will find a baby called Moses. ഹല്ലേലൂയ. Hallelujah. അവിടെ ഒരു മോസസ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ കാണും. Sometimes you might find Satan is telling the Pharaoh, sometimes when you search in the houses, you may find a boy called Moses. അവരുടെ ആഗ്രഹം നഷ്ടപ്പെടും. And let me tell you, if you touch him, their desires will be broken. 4th ജനറേഷനിലെ മുളച്ചു വരുന്ന ജനറേഷൻ ഹല്ലേലൂയ മോശയിൽ നിന്നാണ്. That the 4th generation is sprouting up from Moses. ഹല്ലേലൂയ. അവനെ കൊന്നു കഴിഞ്ഞാൽ വിടുതൽ ഇല്ലാതെ പോകും. Satan is telling the Pharaoh, if you kill the baby as it is a baby, the generation will be not. இந்த പകൽക്കാലം നീ ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ, ദാസി എന്ന നിലയിൽ, ദൈവത്തിന്റെ കുഞ്ഞെന്ന നിലയിൽ ഹല്ലേലൂയ take the possession of the authority that has given from God. Hallelujah. Resist the devil. Take the control to resist the devil. നീ പിശാചിനോട് പറയണം. You need to tell to the നീ devil, എന്തെല്ലാം പദ്ധതി ഇട്ടാലും, whatever you plan for നീ against me, എന്തെല്ലാം പ്ലാനുകൾ ഇട്ടാലും, whatever plan you have for നീ me, എന്തെല്ലാം സ്ട്രാറ്റജി ഇട്ടാലും, whatever strategy you have in my എന്റെ life, ദൈവം ഒരു കുട്ടിയെ സൂക്ഷിക്കും. that God will protect the child. ഒരു കുട്ടിയെ എന്റെ അപ്പച്ചൻ സൂക്ഷിക്കുമെന്ന് That God will protect this child. അതിന് 400 വർഷം മുമ്പേ അബ്രഹാമിന് ദൈവം ചെയ്ത ആ പ്രോമിസിന്റെ നിറവേറലിന് അതിന്റെ കൈറോസ് അടുക്കുമ്പോൾ അതിന്റെ തടസ്സമായി നിൽക്കുന്ന ദുഷ്ടശക്തിയോട് ഇന്ന് പലർക്കാർ വിളിച്ചു പറയുന്നത് അപ്പച്ചൻ സൂക്ഷിക്കുമെന്ന്. But today morning, let me tell you that the 4th generation, God had wanted to fulfill the promises to Abraham that a breakthrough is coming. Let me tell you, say to Satan that God's appointed time will come and he will deliver me. ഹല്ലേലൂയ. Hallelujah. ഒരു കുട്ടിയെ ദൈവം സൂക്ഷിക്കും. And God protected a child. ഹല്ലേലൂയ. Hallelujah. യാഗ പെട്ടിയുടെ അകത്ത് ഹല്ലേലൂയ കലങ്ങി ഉരുണ്ട് നിറഞ്ഞു വരുന്ന ചെങ്കടലിന് അതിന് ഉള്ളില് എന്റെ അപ്പച്ചനൊരു കുട്ടിയെ കാത്തു പരിപാലിക്കുമെന്ന്. That God protected a child that is through waters that are roaring and devouring. God protected a child in a basket.
Hallelujah. 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 ആ കുഞ്ഞിനെ കൊട്ടാരത്തിൽ വളർത്തും. And the Bible says that the child will be raised in a palace. അല്ലെങ്കിൽ അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിവൻ വരും. And from the palace he will come. Hallelujah. അവൻ ഈ ജനത്തെ വിടുവിക്കും. And he will rescue these people. Hallelujah. Hallelujah. എത്ര പേർക്ക് മനസ്സിലായി? How many of you are able to understand? നിന്നോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒരു അപ്പോയിന്റഡ് ടൈം ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനെ തട്ടി മാറ്റും. What I am trying to say, that if God has appointed a time for you, the enemy is not able to, will not be able to touch you. Hallelujah. സന്തോഷമുള്ളവർ കരങ്ങളടിച്ച് സന്തോഷം ദൈവത്തോട് പ്രകടിപ്പിച്ച് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കളുടെ വിഷയത്തിൽ എന്റെ അപ്പച്ചനൊരു കൈലാസ ഒരു appointed time ഉണ്ട്. Those who are happy, just clap your hands and say, thank you, Jesus, for you have an appointed time for me and you will protect me from the attack of the enemy. Jesus, Jesus. there is a kairos upon your life. There's a kairos upon your life. There is a kairos upon your family. There is a deliverance that is upon your family. There is a kairos, an appointed time for your children. There is a kairos and an appointed time for your children. You will never be the same. 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 God, step by step, He will take you to the time of kairos. God, step by step, He is leading you to the time of kairos. Hallelujah. 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 എപ്പോഴും പറയണം, എനിക്ക് എന്റെ അപ്പച്ചന് ഒരു സമയം വെച്ച്. Always say to yourself and say it loudly that God has a time for me. Hallelujah. Hallelujah. എന്റെ കുടുംബത്തിന് സമയം കർത്താവ്. Say it loudly and boldly that God has a time for my family. എന്റെ കുടുംബം bless ആകുവാൻ ദൈവത്തിന് സമയം വെച്ച്. Say loudly and boldly that God has a time for blessing my family. ദൈവം തന്ന മിനിസ്ട്രി വിശാലമാകുവാൻ ഒരു സമയം Say loudly and boldly that it's a time that God has kept for this ministry. നല്ല പോഡിയം ഇവിടെ വരുവാൻ ഒരു കൈലാസിന് ദൈവത്തിനുണ്ടെന്ന്. Say loudly and boldly that God has kept a time for a podium to come into this ministry. ഹല്ലേലൂയ. നല്ല മിനിസ്ട്രി, ഹല്ലേലൂയ. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകളെല്ലാം ഇവിടെ വരുവാൻ ഒരു കൈലാസ് കർത്താവിനുണ്ടെന്ന്. Say loudly and boldly that it will be a time where this stage will be having a lot of musical instruments. എൽഡേഴ്സ് ഒക്കെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തെ ബ്ലസ് ചെയ്യുന്ന ഒരു കൈലാസ് ഈ സഭയ്ക്ക് ദൈവം കൊണ്ടുവരുമെന്ന്. Say loudly and boldly whether it is time for the elders of the church to come in the front and pray for a generation. Hallelujah. Believe it. Oh, kairos of Because God. the kairos of God is here. Kairos of God. The kairos of God is here. Shout it. Kairos of God. Say it loudly, kairos of God. ദൈവത്തിന്റെ സമയം. God's time. ദൈവത്തിന്റെ സമയം. God's time. ദൈവത്തിന്റെ സമയം. God's time. ദൈവത്തിന്റെ സമയം. God's ഒരു time. ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയാത്തത് ദൈവത്തിന്റെ സമയം. No enemy can touch you because you are in God's time. ദൈവത്തിന്റെ സമയം. God's time. Hallelujah. Hallelujah. അനഗമന ജനാധമ അനഗമന ശരണ വിവൽക്കമന ധൂലനന്ദന അത്തൈകമന ധൂലനന്ദന ഛസ വിവര പൊണ്ട അനഗമന വിവൽക്കമന ജയധൂലന അത്തൈകമന ഛാന appointed time for God. There is an appointed time for the Lord Almighty. Hallelujah. 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 ദൈവത്തിന്റെ സമയം അടുക്കുമ്പോൾ And when God's time is near, ശത്രുവിനത് മനസ്സിലാകും. enemy knows it, അവൻ ഉള്ളിൽ കയറും. and they know that the enemy will enter, അവൻ കലഹമുണ്ടാക്കും. and the enemy will start stirring things അവൻ up. ശത്രുത കൊണ്ടുവരും. Enemies will start bringing enmity. ഐക്യത നഷ്ടപ്പെടും. Enemy will start breaking the bonds. ഒത്തുവരുത്തമില്ലാതെയാക്കും. Enemies will start making disagreements. മനസ്സുകളെ അകലിപ്പിക്കും. The enemy will start bringing hatred. അപ്പോൾ ദൂരത്ത് നിന്ന് കണ്ടറിയുന്ന ദൈവപൈതനായ സ്തോത്രം. And I thank the Lord that someone will be able to look at all these things happening. തൊടുവാൻ പറ്റരുത്. I thank the Lord for children that will be able to look at these signs and say, my God, ഫെലോഷിപ്പിൽ ഒരിക്കലും ഐക്യത നഷ്ടമാക്കാത്ത നിലയിൽ ഈ ശത്രുവിനോട് പോരാ. and you need to fight with the enemy not to break the fellowship we have. ഇതിനകത്ത് How മനസ്സിലാകുന്നു. many of you are able to understand അതിനെ മനസ്സിലാക്കുവാൻ ഒരു വിവേചനം ദൈവം നമുക്ക് നൽകട്ടെ. that God, you need to pray for God to give you a discernment to understand that the enemy is attacking you. Hallelujah. 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 കൈറോസ് അടുത്ത് വരുന്നു. Because when the time is coming closer to God's timing,
ശത്രു അടുത്തകത്ത് വരരുത്. You should not let the enemy come inside. ഹല്ലേലൂയ. Hallelujah. സ്നേഹമില്ലാതാക്കുന്ന ശത്രു, You know what happens when you let the enemy inside? It will make you have less love to one another. ഐക്യത ഇല്ലാതാക്കുന്ന When ശത്രു. you let the enemy inside, there is no unity. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. മനസ്സുപരുത്തം ഇല്ലാതാക്കുന്ന, മനസ്സകലിക്കുന്ന ശത്രു. The enemy clearly understands that he will bring two people that are close, be departed to each other in their minds. അങ്ങനെ ചെയ്താലാണല്ലോ നിനക്ക് ദൈവത്തിന്റെ നന്മ കാണാതെ പോകും. And you know what? When the Satan does that, that is where he wins by not fulfilling God's timing and his blessing. The devil is under your feet. The devil is under your feet. The devil is not above, he is underneath your feet. He is underneath your feet. ഹല്ലേലൂയ. അതിനുള്ള അധികാരം നിനക്ക് ദൈവം And തന്നിട്ടുണ്ട്. God has given you the power to trample him. Hallelujah. വാതിക്കൽ വന്ന നന്മ തട്ടിക്കളയുന്ന ശത്രുവിനെ ശാസിച്ചു പുറത്താക്കണം. You know, you should rebuke the devil that has come near to your home, into your door. ദൈവത്തിന്റെ Take away സമയങ്ങളെ the- തിരിച്ചറിയുക. Because realize the time that God's time is near. അത് തിരിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരനാണ് ഇത് പറഞ്ഞത്. And you know, this psalm that we just read, Psalms 119, the psalmist is writing because he has experienced God's time. തിരിച്ചറിഞ്ഞത് He മനസ്സിലായി. realized God's timing. അതിനാണ് അവൻ പറഞ്ഞത്, And that is why he says in the Psalms, ഹല്ലേലൂയ, യഹോവേ നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. that is why the psalmist is crying out and saying, God, it is time for you to act. Because I understand it is the kairos of God. Because I understand it is the kairos of the Lord. ഇന്ന് എത്ര പേര് അങ്ങനെ അത് മനസ്സിലാക്കുന്നു? How many of you are able to say like the psalmist, God, your time, I ഈ understand. ന്യൂസിലാൻഡിന് ഈ വർഷത്തിന്റെ അവസാനത്തിൽ നിന്ന്, ഈ ആലയത്തിൽ നിന്ന് എത്ര റിയലൈസ് ചെയ്യുന്നു, ദൈവത്തിന് നിന്നെ മാനിക്കുവാൻ ഒരു കൈറോസ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. How many of you sitting in this place in 2025 December are able to lift the hands up to heaven and say, God, your kairos for me is near. Yes, Lord. Hallelujah. നിന്റെ കൈറോസ് എന്നോടുള്ള ബന്ധത്തിൽ അടുത്തിരിക്കുന്നു അറിയുന്നു. Father God, the kairos that is related to me is near. Jesus. Jesus. Hallelujah. 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 അവന്റെ അവധി വരുമ്പോൾ അത് നിറവേറും. And you know, when his time comes, it Never will will. be fulfilled. നിറവേറും. It will be fulfilled. എന്ത് തടസ്സമാണെങ്കിലും നിറവേറും. Whatever hindrances, it will be fulfilled. തെളിവ് വേണോ? Do you want proof? അതെ, Genesis chapter 21 verse 1 and 2. Genesis chapter 21 verses 1 and 2. എന്താണ് അവിടെ പറഞ്ഞത്? What does it say? വായിച്ചാട്ടെ. Now the- മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. Can you read in Malayalam? അനന്തരം യഹോവ താൻ അരുളിച്ചെയ്തതുപോലെ അനന്തരം യഹോവ താൻ അരുളി ചെയ്തതുപോലെ. സാറയെ സന്ദർശിച്ചു. ഓ, എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ദൈവം പറഞ്ഞു എന്നിട്ട് സന്ദർശിച്ചു. വായിച്ചാട്ടെ മൈക്കിളേഷ്. The Bible says in Genesis 21 1 and 2. Now the Lord was gracious to Sarah as he said before. As he said before. As he said before. Ah. And the Lord did for Sarah what he had promised. What he already promised. What he already promised. He already promised that he is going to grant a child out of this precious family. God has already promised this family that he is going to grant a child to this family. But അരുളി ചെയ്ത അവധി വരെ കാത്തിരിക്കാനുള്ള ക്ഷമ വേണം. But you know, for you to wait until that promise is fulfilled, you need to wait. Patience. Hallelujah. സ്തോത്രം പറഞ്ഞിരിക്കുവാൻ ഒരു ഹൃദയം വേണം. Because during that patience, you need to have a heart that says, thank you, Jesus. വേണമെന്ന്. You need to have a heart that says, thank you, Lord. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ എന്ന് പറയാൻ ഒരു ഹൃദയം വേണം. That in that season of waiting, you need to have a heart that responds and says, thank you, Lord. അങ്ങനെ വരുമ്പോൾ ദൈവം ചെയ്യുന്ന ആ വാഗ്ദത്തം അത് നിറവേറ്റുന്ന ഖൈറോസിലേക്ക് ദൈവം അടുക്കും. And you know what? When you come into that state where you say thank you in your waiting, the time of his kairos will come. Hallelujah. നിങ്ങൾ മനസ്സിലാക്കണേ. You need to understand this truth. ദൈവം 25 വർഷം മുൻപേ അബ്രഹാമിന് സേറയ്ക്കും
വാഗ്ദത്തം പറഞ്ഞതാണ്. That 21 years ago, Abraham, 25 years ago, God gave Abraham the promise ഹല്ലേലൂയ, ഞാൻ കുഞ്ഞിനെ തരുമെന്ന്, that I will give you a child, വലിയ ജനാംഗമാക്കുമെന്ന്, that I will make you into a great വലിയ nation, ജാതിയാക്കി I മാറ്റുമെന്ന്. will make them numerous. ഹല്ലേലൂയ. Hallelujah. ബൈബിൾ പറയുകയാണ്, The Bible says, അബ്രഹാമിനോടും സാരയോടും ദൈവം അരുളി ചെയ്തതുപോലെ, the Bible is saying, just like he said. ദൈവത്തിന്റെ ഡേറ്റായപ്പോൾ സാര ഗർഭം ധരിച്ചു. And you know, when God's time came, Sarah became pregnant. എത്ര സന്തോഷമുണ്ട്. How many of you are happy to know that? Thank you. Thank you, Jesus. എല്ലാ കണ്ണുകളും അടച്ച് All eyes closed in this place. ഹല്ലേലൂയ, ഞാൻ നിർത്താൻ പോകുകയാണ്. We're not going to continue. We're going to pray. ഹല്ലേലൂയ. എല്ലാ Hallelujah. കണ്ണുകളും അടഞ്ഞ് All eyes closed in this place. ആത്മാർത്ഥതയോടെ നിങ്ങളുടെ കരങ്ങള് ഹല്ലേലൂയ, അനുഗ്രഹ ദൈവത്തിന്റെ ഏത് ഭാഗത്താ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് അവിടെ കൈവച്ച്. Let me tell you, can you close your eyes and honestly, out of your whole heart, keep the hands of in your place in your life where you want to see God's working. ഹസ്ബൻഡും വൈഫും അടുത്തടുത്ത് ഇരിക്കുന്നെങ്കിൽ കരം കൊടുത്ത് പ്രാർത്ഥിച്ച്. If your husband and wife are sitting next to each other, can you hold each other's hands? അപ്പച്ചന്റെ സമയത്തിന് വേണ്ടി ഞാൻ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ്. And you need to open your mouth and say, God, we as a couple are giving ourselves into your time. അങ്ങ് അരുളി ചെയ്ത സമയത്തിൽ, ആ ഡേറ്റിൽ അപ്പോയിന്റഡ് സമയത്തിന് വേണ്ടി ഞാൻ കാക്കുന്നു എന്ന് തന്റെ ഇടത്തോടെ സ്തോത്രത്തോടെ പറഞ്ഞ്. Can you in unity say with each other that I am going to wait for the appointed time of the Lord? Thank you, Lord. 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 Thank you, Lord, for your promise. Thank you for your promise. എന്നോടുള്ള ദൈവമേ, വാഗ്ദത്തത്തിനായി സ്തോത്രം. Thank you for the promises that I have in my life. വാഗ്ദത്തത്തിനായി സ്തോത്രം. Thank you for the promises that I have in my ഈ family. ദിനത്തെ നിന്റെ ഡയറിയിൽ മാർക്ക് ചെയ്തോ, കൈറോസ് നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. Let me tell you, mark the days in your calendar. Let me tell you, the kairos of the Lord is near. In Jesus' name. In Jesus' powerful name. Jesus' powerful name. Jesus. Hallelujah. Jesus. Hallelujah. Jesus. Hallelujah. Jesus. Hallelujah. Jesus. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Lord, for your kairos. Thank you, Lord, for your kairos Thank in you, my Lord, for life. your appointed time. Thank you, Lord, for your appointed time Thank in you, my Lord, for life. the day of deliverance. Thank you, Lord, for the day of deliverance Thank is you, Lord, for near. the day of upliftment. Thank you, Lord, for the day of uprootment is Thank you, near. Lord, for honoring me. Thank you, Lord, for honoring me. Hallelujah. 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 പ്രായം, അബ്രഹാമിന്റെ പ്രായം, സാരയുടെ പ്രായം കൈറോസിന് തടസ്സമായി വന്നു. Let me tell you, the age of Abraham and Sarah was not a matter of hindrances in God's kairos. Hallelujah. 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 Medical reports, hallelujah, തടസ്സമായി നിന്നില്ല. Medical reports did not say, it said it is impossible. ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അതിന് തടസ്സമായി വന്നില്ലെന്ന്. Her womb did not have the capacity to bear a child. Even though It was not a hindrance for the kairos to come into their life. That was not a hindrance for God's kairos to happen in that family's life. ദൈവത്തിന്റെ അവധി വന്നാൽ That if God's time comes, അത്ഭുതങ്ങൾ നടക്കും. miracles is going to happen. പറഞ്ഞ അത്ഭുതം നടക്കും. Say, when God's time Church comes, be alive. when God's time comes, miracles will happen. Hallelujah. Hallelujah. The kairos of God will bring The miracles. kairos of God brings miracles. Hallelujah. Hallelujah. ഇന്ന് കാണുന്ന പ്രശ്നം എത്ര വലിയതായാലും ദൈവത്തിന്റെ സമയം വരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുമെന്ന്. Let me tell you, the problems that you see today might be big as a mountain, but when God's time comes, let me tell you, that will be nothing. എന്നുമെന്നും പ്രതികൂലത്തിൽ ഉഴഴുവാൻ ദൈവം നിന്നെ വിടത്തില്ല. And you know, God is not going to let His children be dwelled or be tossed around in trouble. Prophetical ചിന്ത കൈമാറാൻ ദൈവത്തിന്റെ ഉള്ളിൽ വളരെ You ഹേമിപ്പിക്കുകയാണ്. want to share a prophetical voice with you now. അത് എന്നുമെന്ന് ഈ അവസ്ഥയിൽ കടന്നു പോകുകയില്ല. That God is not going to allow you to be tossed and turned ഒരു around in ചിന്ത trouble all the life. പറയട്ടെ. Let me tell you something. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൽ ജലപ്രളയം ഉണ്ടായി. That you know there are many places in the world there is a great flood. ബൈബിൾ പറയുന്ന ജലപ്രളയം. The Bible says about the flood. ഹല്ലേലൂയ.
അങ്ങനെ ജലപ്രളയം വന്നപ്പോൾ ഹല്ലേലൂയ നോഹയും തന്റെ കുടുംബവും ഹല്ലേലൂയ ആ ബോട്ടിൽ അല്ലെങ്കിൽ ആ കപ്പലിൽ പെട്ടകത്തിൽ ഹല്ലേലൂയ കഴിഞ്ഞുകൂടി. That when a great flood came, Noah and his family were in the ark that they built. ഹല്ലേലൂയ. Hallelujah. അവരിപ്പോൾ ഓളങ്ങളിൽ ഇങ്ങനെ ഉടഞ്ഞുപോയി. And now they are in the sea, or they are in the rise of the waters that are being അവർക്ക് എവിടെ നിലനിൽപ്പില്ല. that ark does not have a place എന്നാൽ to rest. നോഹേ ദൈവത്തിന്റെ ആത്മാവിനെന്തോ പറയുവാനുണ്ട്. But now God says to Noah, my spirit wants to say something to അല്ലെങ്കിൽ you. നിന്റെ പെട്ടകം എപ്പോഴും എന്നും വെള്ളത്തിൻ മുകളിൽ ആടിക്കൊണ്ടിരിക്കുകയില്ല. That Noah, the ark that you and your family are in is not always going to be tossed and ഒരു അലാറത്ത് മൗണ്ടൈൻ എന്റെ ദൈവം ഈ കപ്പലിൽ ഉറപ്പിക്കുവാൻ പൊക്കും. that God is going to raise a mountain called Ararat for this boat to be parked. എത്രയൊക്കെ മനസ്സിലായി? How many of you are able to understand? How many of you are able to understand? എല്ലാ പർവ്വത നിരകളും മുങ്ങിക്കെടുക്കുമ്പോൾ ഒരു പർവ്വതത്തെ ദൈവം ഉയർത്തി നിർത്തി എന്തിനെന്നറിയാമോ? അങ്ങനെ നോഹയുടെ കപ്പലിന് ഉറപ്പ് സംഭവിക്കാം. Let me tell you, when all the mountains of the world were under the water, God raised one mountain to park the ark of the Lord in our ark of Noah into the mountain. പരിശുദ്ധാത്മാവോട് ഇടപെടുകയാണ്. The Holy Spirit is speaking to someone in this place. പരിശുദ്ധാത്മാവ് ആരോടോ The ഇടപെടുകയാണ്. Holy Spirit is speaking to ഒരു someone in this place. അറാറത്ത് പർവ്വതം നിന്നെ ഉറപ്പിക്കുവാൻ ദൈവം ഉയർത്തുവെന്ന്. That God is lifting a mountain called Ararat in someone's നിന്റെ life കുടുംബത്തെ ഒന്ന് to plant ഉറപ്പിക്കാം. you, so that you can plant your family, നിന്റെ മക്കളെ ഒന്ന് ഉറപ്പിക്കാം. plant your children. ജീസസ് പരിശുദ്ധമായി പറയുക, The Holy Spirit is saying നിന്നെ ഉറപ്പിക്കുമെന്ന്. that God is going to establish you. എസ്റ്റാബ്ലിഷ് നിന്നെ God എസ്റ്റാബ്ലിഷ് is going to establish you. ഹല്ലേലൂയ. ദൈവം എല്ലാ പർവ്വതങ്ങളും മുങ്ങിക്കിടന്നാലും നീ വിഷമിക്കരുത്. When the due time, when the appointed time, when the God's time, when the Kairos comes, God will raise the mountain of Ararat, where the ship will come and will be settled. Let me tell you, when you look at your life, where all the mountains that you're trying to land on maybe is underwater, but God is going to raise a mountain for you in His time, for you to be established or rock solid on that mountain. ഒരു ദൃഢനിശ്ചയമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ശാന്തമായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വലങ്കരങ്ങളെ ഉയർത്തി ദൈവത്തെ അതിനായി സ്തോത്രം പാടാം. If there are people sitting in this place who believe that God is going to raise a mountain for you in your life, can you lift your right hands up to the heavens and say, thank you, Jesus. നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മൗണ്ടൻ, That there's a mountain that is rising up, നിന്നെ സ്റ്റേബിൾ ആക്കി നിർത്തുന്ന മൗണ്ടൻ, a mountain that is going to make you stable, നിന്റെ സന്തോഷത്തെ ഇരട്ടിയാക്കുന്ന മൗണ്ടൻ, a mountain that will make your joy double. നിന്റെ ആശയ്ക്ക് ഹല്ലേലൂയ ആശയ്ക്ക് ഹല്ലേലൂയ തൃപ്തി നൽകുന്ന ഒരു മൗണ്ടൻ. There is a mountain that God is going to raise up where it is going to give you satisfaction for your joy. നോഹേ എന്നും കൊന്നും നീ ഉഴലുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. Because God is telling to Noah, I have not called you to be tossed around in this water all your life. ഹല്ലേലൂയ. നിന്നെ ഞാൻ ഉറപ്പിക്കും. But I am going to establish you and your family. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? Are you happy to know the truth? നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? Are you happy? അടുത്തുള്ളവരോട് പറ, ദൈവം നിന്നെ ഉറപ്പിക്കുമെന്ന്. Shake the hands of the person sitting next to you and say, God will establish you. ഹല്ലേലൂയ. Hallelujah. Oh, thank you. Hallelujah. കുടുംബത്തെ ദൈവം ഉറപ്പിക്കും. Our family, God is going to establish പറഞ്ഞ. you. Say it, speak to each other and say, ജീവൻ God, വെളിപ്പെടട്ടെ. let life be coming. ജീവൻ വരട്ടെ. Let life take place. ദൈവം നിന്നെ ഉറപ്പിക്കും. That God is going to establish Dear you. precious family, God is going to establish you. Dear precious family, let me tell you, God is going to establish you. God is going to keep His hand on favor of you. God is going to keep your hand in favor of you. Hallelujah. Hallelujah. Just wait for the kairos to come. Just wait for God's kairos to come. Hallelujah. Just wait for it. Just wait. The time of God. The time of God. The time. The time of God. Thank you, brother. Hallelujah. The time of God. The time of God. Time of God. The time of God. Many a time Jesus said the time has not come. Many times Jesus said the time has not yet come. Hallelujah. When He was on earth, He always said, many a time He said,
the time has not yet come. Many a times Jesus said the time has not yet come. Hallelujah. Hallelujah. But hallelujah, that we can see in hallelujah, Genesis, John chapter 17 verse 1, Jesus said, Father, the hour has come now. The John chapter 17 says that the time has now come. Many a time he said the hour has not come. Many times we say the hour has No, not no, no, yet Jesus said the time has not Then many come. times Jesus said the hour has not come. But he also said the time, the hour has come. But the same Jesus said the time has now come. Amen. Hallelujah. 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 The time has come. The time has come. Believe the Kairos is coming nearer. Yes. Believe that the Kairos is near. Coming nearer. That the Kairos is near to you. Hallelujah. Hallelujah. അതിനെ recognize ചെയ്യാൻ പറ്റണം. And you and I should be recognized. We need to recognize the visitation of the Lord. You need to understand that the Kairos of the Lord is near and the visitation of the Lord. സന്ദർശനകാലം മറക്കരുത്. That don't forget the time of visiting of the Lord. Hallelujah. Hallelujah. ദൈവം എന്നെ വിസിറ്റ് ചെയ്യും. That God visits. എന്റെ കുടുംബത്തെ വിസിറ്റ് That ചെയ്യും. God visits your എന്റെ family. കുഞ്ഞുങ്ങളെ വിസിറ്റ് That God visits your എന്റെ children. ശരീരത്തെ വിസിറ്റ് That God visits your body. Hallelujah. Hallelujah. അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. So that God can do great ഒരു and നിമിഷം mighty എഴുന്നേറ്റ് things. Can നിൽക്കാമോ? we all rise up to our feet? ഈ വചനത്തിന് മുൻപിൽ എല്ലാ കണ്ണുകളും അടയും. All eyes closed in front of the word that you just heard now. Hallelujah. Hallelujah. വിശ്വാസത്തോടെ ദൈവത്തെ നോക്കാം. And just by faith, look unto the face of Jesus. The Kairos of The God. Kairos of God. The Kairos The of God. Kairos of God. Not the Chronos of God. Not the Not chronos of man. Not the chronos of man. മനുഷ്യന്റെ സമയ നിയമിത കലണ്ടർ അല്ല. Not the calendar that has been formed and been developed by But the man. Kairos of God. But the Kairos of the Lord. നിന്റെ ജോലിയുള്ള ബന്ധത്തിൽ, In relation to your job, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, in relation to your family, ഭാവി തലമുറയുള്ള in ബന്ധത്തിൽ, relation to your generations that will come, നിന്റെ ജീവിതത്തിന്റെ നന്മയുള്ള ബന്ധത്തിൽ, in relation to the goodness and the blessings that are yet to come, സഭയുടെ വിശാലതയുള്ള ബന്ധത്തിൽ, in the blessings that are yet to come for the ministry. Hallelujah. The Hallelujah. Kairos of God. The Kairos of God is near. അടുത്തിരിക്കും. The Kairos of God is near. ഒന്ന് അതിനെ പിടിക്കുവാൻ കഴിയും. And if you're able to grab the Kairos of the Lord, അതിനെ ടാപ്പ് ചെയ്യുവാൻ if കഴിയും. you're able to tap into the Kairos of the Lord, Miracles will happen. miracles will start happening in the name of Sarah Jesus. tapped the Kairos of God. Sarah tapped the Kairos of the Lord. Oh, hallelujah. Hallelujah. Abraham and Sarah saw the miracle of God. Abraham and Sarah saw the miracle of the Lord. Kairos of The God. Kairos of the Lord. പ്രിയ കർത്താവേ, Oh Lord, our Heavenly Father, തിരുസന്നിധിയോട് അടുത്തു we വരികയാണ്. come into your presence. Lord. ഇന്ന് പകലിലും കൃത്യമായി ഞങ്ങളുടെ ഹൃദയത്തോട് അങ്ങ് ഇടപെട്ടതിന് നന്ദി. I thank you, Father God, for you clearly and boldly spoke into our lives. ഭാരത്തോടെ, വിഷമത്തോടെ, പ്രയാസത്തോടെ, ചോദ്യചിഹ്നങ്ങളോടെ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു. Father God, I came into this place with burdens, with question marks, with anxiety, with worries, Lord. എന്നാൽ അങ്ങയുടെ തിരുവചനം മുഖാന്തരം എന്നോട് ഇടപെട്ടതിന് നന്ദി. But Father God, when I heard your word, when I heard your voice, thank you, Lord, for the word that came through today, Lord Jesus. ഇന്ന് പകൽക്കാലം ഞങ്ങളോടുള്ള ബന്ധത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തിയ കൈറോസിനായി സ്തോത്രം. Father God, when we came with this burden, thank you for relieving through your spirit that we wait on. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In Jesus' powerful name. ദൈവത്തിന്റെ സമയത്തിന് തടസ്സമായി നിൽക്കുന്ന തടങ്ങൾ പാറയോട് വഴിമാറുവാൻ കൽപ്പിക്കുകയാണ്. In Jesus' powerful name, we command anything that is hindering from the God's timing to come, be rebuked in the name of Jesus. അങ്ങയുടെ മക്കൾക്ക് വിടുതൽ നൽകണമേ. Give deliverance to your അങ്ങയുടെ children. മക്കളെ സൗഖ്യമാക്കണമേ. Heal your children. അങ്ങയുടെ മക്കളെ മേൽത്തരമായി അനുഗ്രഹിക്കണമേ. Bless your children. അങ്ങയുടെ മക്കളുടെ ഭവനത്തിനും പുറത്തും bless ആകട്ടെ. Lord, let your children be blessed at their home and outside. ജോലി സ്ഥലങ്ങളിൽ bless ആകട്ടെ. Let them be blessed in their workplaces. കുടുംബ ജീവിതം bless ആകട്ടെ. Let them be blessed in their family life. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. Let every family in this church be blessed. ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. We give ourselves into your hands. ഈ ആരാധനയുടെ തുടക്കം മുതൽ അവസാനം വരെയും സാന്നിധ്യം നൽകി അനുഗ്രഹിച്ചതിന് നന്ദി. Thank you, Father God, for your presence was there from the beginning to the end of the service. Thank you for your presence. അടുത്ത ആഴ്ചവട്ടം ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം. Father God, give us the grace and the strength to live the coming week. ഞങ്ങളെ സമാധാനത്തോടെ പറഞ്ഞയക്കണം. Father God, send us all in the holy peace.
യാചന കേട്ടതിന് നന്ദി. Thank you for യേശുനാമത്തിൽ. hearing our prayers. In Jesus' name we pray. ആ